വിമാനയാത്രയിൽ ഇനി പഴയതുപോലെ ഒന്നിലധികം ബാഗുകൾ വിമാനത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഹാൻഡ് ബാഗേജ് നിയമത്തിൽ പുതിയ പോളിസി നിലവിൽ വന്നിരിക്കുകയാണ്. വലുതോ ചെറുതോ ആയിക്കോട്ടെ, ഇനി മുതൽ ഒരു ബാഗ് മാത്രമേ നിങ്ങൾക്ക് വിമാനത്തിനുള്ളിലേക്ക് കയ്യിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിമാനയാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ ഈ പുതിയ നിയന്ത്രണങ്ങളെക്കുറിച്ച് വിശദമായി അറിഞ്ഞിട്ട് മതി. അല്ലെങ്കിൽ ബാഗുകളും തൂക്കി വിമാനത്താവളത്തിലെത്തിയാൽ ബുദ്ധിമുട്ടിലാകും. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആണ് ഹാൻഡ് ബാഗേജുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. BCSന്റെ പുതിയ നിയമപ്രകാരം യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ ഒരു ബാഗ് മാത്രമേ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. ഈ ബാഗിന്റെ ഭാരം 7 കിലോയിൽ കൂടാനും പാടില്ല. മറ്റുള്ള എല്ലാ ബാഗുകളും ചെക്ക് ഇൻ ചെയ്യേണ്ടതുണ്ട്. ആഭ്യന്തര യാത്രകൾക്കും അന്താരാഷ്ട്ര യാത്രകൾക്കും ഈ നിയന്ത്രണം ബാധകമാണ്. ഇക്കോണമി, പ്രീമിയം ഇക്കോണമി ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് 7 കിലോയും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് 10 കിലോ വരെയും ഭാരമുള്ള ബാഗുകൾ കയ്യിൽ കരുതാമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. ഹാൻഡ് ബാഗേജിന്റെ അളവ് സംബന്ധിച്ചും മാനദണ്ഡങ്ങളുണ്ട്. ബാഗിന്റെ ഉയരം 55 സെന്റിമീറ്ററിലും നീളം 40 സെന്റിമീറ്ററിലും വീതി 20 സെന്റിമീറ്ററിലും അധികമാകാൻ പാടില്ല. ഭാരത്തിലോ അളവിലോ അധികമാണ് ലഗേജ് എങ്കിൽ യാത്രക്കാർ അധിക ചാർജ് നൽകേണ്ടി വരും. ഹാൻഡ് ബാഗേജ് നിയന്ത്രണങ്ങളിൽ ചില ഇളവുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2024 മെയ് 2 മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് എങ്കിൽ അവർക്ക് വിമാനയാത്രയിൽ ഈ പുതിയ നിയമം ബാധകമല്ല. ഇക്കോണമി ക്ലാസ്സിലെ യാത്രക്കാർക്ക് 8 കിലോയും പ്രീമിയം എക്കോണമി യാത്രക്കാർക്ക് 10 കിലോയും ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് 12 കിലോയും ഭാരം വരുന്ന ഹാൻഡ് ലഗേജുകൾ കൊണ്ടുപോകാവുന്നതാണ്. മെയ് 2 മുൻപ് ബുക്ക് ചെയ്യുകയും അതിനുശേഷം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത യാത്രക്കാർ പുതിയ നിയന്ത്രണങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. അതേസമയം ഇന്ത്യ UAE യാത്രാവേളയിൽ ബാഗിൽ ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുൻപ് നിരോധിക്കപ്പെട്ട ഇനങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പ്രധാനമാണെന്ന് അധികൃതർ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനായി എയർപോർട്ടുകൾ, കസ്റ്റംസ്, സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കണം. ചില ഇനങ്ങൾ ചെക്ക് ഇൻ ബാഗേജുകളിൽ അനുവദിച്ചിരിക്കുമെങ്കിലും കൊണ്ടുപോകുന്ന ലഗേജിൽ അവ അനുവദിച്ചിട്ടുണ്ടായിരിക്കില്ല. ഉണങ്ങിയ തേങ്ങ കൊണ്ടുപോകുന്നതിന് ചെക്ക് ഇൻ ചെയ്ത ലഗേജിൽ അനുവദനീയമല്ല. ചെക്ക് ഇൻ ചെയ്തതോ കൊണ്ടുപോകുന്നതോ ആയ ലഗേജുകളിൽ സിഗരറ്റുകളും അനുവദനീയമല്ല. ലഗേജിൽ മുഴുവനായോ പൊടിയായോ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. നെയ്യ്, വെണ്ണ എന്നിവ ലിക്വിഡ് നിയന്ത്രണങ്ങൾക്ക് കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് ഇവ ക്യാരി ഓൺ ലഗേജിൽ കൊണ്ടുപോകാനാവില്ല. അത്തരം ഇനങ്ങൾ 100 മില്ലി എന്ന അളവിൽ എയറോസൽസ്, ജെൽസ് എന്നിവയുടെ കീഴിൽ പരിമിതപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ചെക്ക് ഇൻ ലഗേജിന്റെ കാര്യത്തിൽ ഒരു യാത്രക്കാരന് 5 കിലോ വരെ നെയ്യ് കൊണ്ടുപോകാൻ അനുവദിക്കുന്നുമുണ്ട്. കയ്യിൽ കൊണ്ടുപോകുന്നതും ചെക്ക് ഇൻ ചെയ്യുന്നതുമായ ലഗേജുകളിൽ മുളകച്ചാർ ഒഴികെയുള്ള അച്ചാറുകൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്നു. മുളകച്ചാർ ഹാൻഡ് ക്യാരിയിൽ അനുവദനീയമല്ല. ഏതായാലും ലഗേജിന്റെ കാര്യത്തിൽ അല്പം കടും പിടുത്തത്തിലാണ് അധികൃതർ.